ഹലോ, വെൽക്കം ബാക്ക് ടു ട്രിവിയൻ ട്രാവൽ. അപ്പോൾ നമ്മുടെ കേരള ടു അരുണാചൽ സീരീസിലെ 4th ഡേ ആണ് ഇന്ന്. ഇന്നലെ ഞങ്ങൾ നാഗ്പൂരാണ് ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊന്നാണ് ഇന്ന്. കാരണം ഞങ്ങൾ ഇന്ന് നാഗ്പൂരിൽ നിന്ന് വാരണാസിയിലോട്ടാണ് പോകുന്നത്. അപ്പം ഒറ്റ സ്ട്രെച്ചിന് ഇത്രയും ദൂരം റൈഡ് ചെയ്യുക എന്നുള്ളത് സാധ്യമായിട്ടുള്ളൊരു കാര്യമല്ല. കാരണം രാവിലെ 4:30 റൈഡ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ച ഞങ്ങൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ 6:30 ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങൾ ആദ്യം കണ്ട വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയെന്ന് പറയുന്നത് ഈ ഒരു സൂര്യനാണ്. വളരെ തണുത്ത ഒരു ക്ലൈമറ്റും പിന്നെ ഈ പൊട്ടുപോലുള്ളൊരു ഈ സൂര്യനും തിരക്ക് കുറഞ്ഞ ഈ റോഡും യാത്രയിൽ വളരെ മനോഹരമായിട്ടുള്ള നിമിഷങ്ങളായിരുന്നു. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് മാപ്പ് ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യം എന്ന് പറയുന്നത് 17 മണിക്കൂർ നമ്മൾ നിർത്താതെ യാത്ര ചെയ്താൽ മാത്രമേ നമുക്ക് ഇവിടുന്ന് വാരണാസി വരെ എത്താൻ പറ്റൂ. ഏകദേശം 800 കിലോമീറ്റർ അടുപ്പിച്ച് യാത്ര ചെയ്യണം. അപ്പോൾ അതൊരിക്കലും പോസിബിൾ അല്ല. അതുകൊണ്ട് ഞങ്ങൾ UP-യിൽ തന്നെ അതിന് മുന്നേ ഏതെങ്കിലും ഡെസ്റ്റിനേഷനിൽ സ്റ്റേ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ യാത്രയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. നമുക്ക് ഒരു ദിവസം എവിടെയാണ് സ്റ്റേ ചെയ്യേണ്ടത് എന്ന് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇടയ്ക്ക് ഞങ്ങളൊരു സ്ഥലത്ത് ചായ കുടിക്കാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു. 8:30 ആയിട്ടേ ഉള്ളൂ. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മളിപ്പം മധ്യപ്രദേശിലാണ് ഉള്ളത്. വിന്ധ്യ സത്പുര റേഞ്ച് ക്രോസ് ചെയ്താണ് ഞങ്ങൾ പോണത്. ജോഗ്രഫി പഠിക്കുന്ന ഒരാൾക്ക് വിന്ധ്യ സത്പുര റേഞ്ചിൻ്റെ ഇമ്പോർട്ടൻസ് നല്ല രീതിയിൽ അറിയായിരിക്കും. അപ്പോൾ ഇവിടെ ഈ ഒരു വഴിയിൽ നമ്മൾ ഈ കടന്നു പോണ വഴിയിൽ 2 പ്രധാനപ്പെട്ട നാഷണൽ പാർക്കുകളുണ്ട്. ഒന്ന് പെഞ്ച് നാഷണൽ പാർക്കും പിന്നെ ബന്ദേർ റേഞ്ച് ഫോറസ്റ്റും. അപ്പോൾ നമ്മൾ ഇവിടെ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാഴ്ച 2 സൈഡിൽ ഇതുപോലെ ഫെൻസിങ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഫെൻസിങ് കൊടുത്തിരിക്കുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ആനിമൽ ക്രോസിംഗ് ഉള്ള സ്ഥലമാണ്. അപ്പോൾ ആനിമൽസ് ക്രോസ് ചെയ്ത് നാഷണൽ ഹൈവേയിലേക്ക് വരാതിരിക്കാനും പിന്നെ ആളുകൾ അങ്ങോട്ട് ട്രസ്പാസ് ചെയ്ത് കയറാതിരിക്കാനും ഒക്കെയാണ് ഇതിങ്ങനെ ചെയ്തിരിക്കുന്നത്. ഫോറസ്റ്റിലുള്ള ഈ ഹൈവേ നേരെ ചെന്നിറങ്ങുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ്. ഇഷ്ടികൾ നിർമ്മിക്കുന്ന യാർഡാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാഴ്ച കുറച്ച് സ്ഥലത്ത് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇവിടെ കൂടുതലും ഗ്രാമീണ അന്തരീക്ഷമാണ്. അതായത് ഇങ്ങനെയുള്ള വീടുകളും ചെറിയ ചെറിയ കടകളും ഒക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഒരു 25-30 കിലോമീറ്റർ എങ്കിലും ട്രാവൽ ചെയ്താലേ നമുക്കൊരു ടൗൺ ഏരിയയിൽ ഇവിടെ എത്തിച്ചേരാനായിട്ട് പറ്റുള്ളൂ. പിന്നെ നമ്മൾ ഈ യാത്രയിൽ കണ്ടൊരു കാഴ്ച ഇങ്ങനെയുള്ള പാടങ്ങളാണ്. റാഗിയും ചോളവും മില്ലറ്റും ഗോതമ്പും ഒക്കെ ഒരുപാട് സ്ഥലത്ത് കൃഷി ചെയ്തതായിട്ട് ഞങ്ങൾ കണ്ടു. കൊയ്ത് കഴിഞ്ഞതും ഇനി കൊയ്യാനുള്ളതുമായിട്ടുള്ള ഒരുപാട് പാടങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. നല്ല ചൂടുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ എല്ലാം ഒരു യെല്ലോ കളറിലാണ് നമ്മൾ കൂടുതൽ സ്ഥലത്തും കണ്ടത്. സമയം ഏകദേശം ഒരു 10:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു യാത്രയിൽ കുറച്ച് നേരമായിട്ട് ഞങ്ങൾ റെസ്റ്റ് എടുക്കാനായിട്ടൊരു സ്ഥലം തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് ദൂരം ട്രാവൽ ചെയ്ത ശേഷം ഒരു മരത്തണൽ, ഈ ഒരു മരത്തിൻ്റെ തണലാണ് ഞങ്ങൾക്ക് റെസ്റ്റ് എടുക്കാനായിട്ട് കിട്ടിയത്. അവിടെ നിർത്തി കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് കുറച്ചധികം ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ യാത്ര വീണ്ടും തുടർന്നു. എന്തായാലും ഞങ്ങൾക്ക് ഇന്ന് വാരണാസി എത്താനായിട്ട് പറ്റത്തില്ല. കാരണം ഈ സ്പീഡിൽ നമ്മൾ യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാരണാസി എത്തുമ്പോൾ അർദ്ധരാത്രി കഴിയും. രാത്രിയിലുള്ള യാത്ര എത്ര സേഫ് ആണെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അതിന് മുന്നേ ഉള്ളൊരു ഡെസ്റ്റിനേഷൻ ചൂസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയൊരു ഓപ്ഷനാണ് റീവ. എന്തായാലും നമ്മൾ വൈകുന്നേരം ഒരു 6-6:30 ആകുമ്പോൾ റീവയിലെത്തും. പക്ഷെ നമ്മളിന്ന് റീവയിൽ നിന്നാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അടുത്ത ദിവസത്തെ യാത്രയിൽ 100 കിലോമീറ്റർ വീണ്ടും എക്സ്ട്രാ ഓടേണ്ടതായിട്ട് വരും. അതുമാത്രമല്ല, ഞങ്ങൾ അത്രയും സമയം നോക്കിയിട്ടും റീവയിൽ നിൽക്കാൻ പറ്റിയ ഒരു ഹോട്ടലും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ കുറച്ചുകൂടെ ദൂരം ട്രാവൽ ചെയ്തിട്ട് ഒരു സ്ഥലം ഫിക്സ് ചെയ്യാന്നുള്ള രീതിയിലിരിക്കുകയാണ്. കുറച്ചുകൂടെ ദൂരം കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിൽക്കണമെന്നൊരു ഐഡിയ കിട്ടും. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ യാത്രയിൽ ഒട്ടും പ്ലാനിങ് ഇല്ലാത്തൊരു ദിവസത്തിലൂടെയാണ് ഞങ്ങൾ ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇപ്പോഴും വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു കാര്യം സംഭവിച്ചു. ചേട്ടാ ഹെൽമെറ്റിൻ്റെ വൈസർ തുറന്ന സമയത്ത് കടന്തലോ തേനീച്ചയോ എന്തോ ഒന്ന് വന്ന് നെറ്റിയിൽ കുത്തി. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾ വണ്ടി നിർത്തിയിട്ട് ഹെൽമെറ്റൊക്കെ ഊരി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ ചെറിയ വേദനയും ഒരു ചെറിയ സ്വെല്ലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നേരം നമ്മൾ നിർത്തി റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് പിന്നെ പോയത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു സ്ഥലത്ത്, ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല ഞങ്ങൾ കഴിക്കാനായിട്ട്, ഒരു സ്ഥലത്ത് നിർത്തി. ആ ഹോട്ടലിൽ നിന്ന് നമുക്ക് അവിടുന്ന് പറ്റിയ സാധനങ്ങൾ, അതായത് ഞങ്ങൾ മസാല റൈസ് എന്ന് പറയുന്നൊരു സാധനവും പിന്നെ മാഗിയുമാണ് അവിടെ നിന്ന് ഓർഡർ ചെയ്തത്. അതൊക്കെ കഴിച്ച് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്ന ശേഷം ഞങ്ങൾ ഞങ്ങളുടെ യാത്ര വീണ്ടും തുടർന്നു.